നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വിവിധ ക്ഷേത്രങ്ങളിൽ ഇല്ലം നിറ നടന്നു. നിരവധി ഭക്തർ പങ്കാളികളായി. പൂജിച്ച നെൽക്കതിരുകൾ വിതരണം ചെയ്തു. പാറളം പഞ്ചായത്തിലെ 65-ാം നമ്പർ കസ്തൂർബ അംഗൻവാടിക്ക് പുതിയ കെട്ടിടമായി. CC മുകുന്ദൻ MLA കെട്ടിടം നാടിന് സമർപ്പിച്ചു. ചേർപ്പ് സോപാനം എഡ്യൂക്കേഷൻ ആൻഡ് റീക്രിയേഷൻ ഫെസിലിറ്റിയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കലാമണ്ഡലം രാമചാക്യാർ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ഇളംകുന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇളംകുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുന്നിൻ മുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വിവിധ ക്ഷേത്രങ്ങളിൽ നാടിന്റെയും വീടിന്റെയും ഐശ്വര്യത്തിനും സമൃദ്ധമായ വിളവിനും വേണ്ടിയുള്ള ഇല്ലം നിറ നടന്നു. തിരുവുള്ളക്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഇല്ലം നിറയ്ക്ക് മേൽശാന്തി TP രമേശൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. രാവിലെ പടിഞ്ഞാറേ നടയിൽ നിന്ന് കതിർക്കറ്റകൾ മേൽശാന്തിയും കീഴ്ശാന്തിക്കാരായ പരമേശ്വരൻ, ശശികുമാർ എന്നിവർ ചേർന്ന് ചുമന്ന് ശംഖുവിളിയുടെയും മണിനാദത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പൂജിച്ച് ശ്രീകോവിലിനുള്ളിലും തിടപ്പള്ളിയിലും സ്ഥാപിച്ചു. തുടർന്ന് ഭക്തർക്ക് കതിർ വിതരണം ചെയ്തു. ദേവസ്വം പ്രസിഡന്റ് ദേവൻ അടിത്തിരിപ്പാട്, സെക്രട്ടറി AA കുമാരൻ എന്നിവരും കമ്മിറ്റി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു. പാറളം പഞ്ചായത്തിലെ 65-ാം നമ്പർ കസ്തൂർബ അംഗൻവാടിക്ക് പുതിയ കെട്ടിടമായി. CC മുകുന്ദൻ MLA കെട്ടിടം നാടിന് സമർപ്പിച്ചു. സാമൂഹ്യ നീതി പ്രവർത്തന രംഗത്ത് മാതൃകപരമായി പ്രവർത്തനം നടത്തുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ആ രംഗത്താണ് പൂർണ്ണമായി ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പാവപ്പെട്ടന്റെ ജീവിതത്തിൽ മാതൃകപരമായ പ്രവർത്തനം നടത്താൻ എങ്ങനെ കഴിയും, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരു ധാരണ മുമ്പ് തന്നെ മത്സരരംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് വളരെയേറെ കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ MLA ആയി അല്ലെങ്കിൽ ഒരു മെമ്പറായി, ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി, ബ്ലോക്ക് പ്രസിഡന്റൊക്കെ ആയാലും നമ്മുടെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനവിഭാഗത്തെ എങ്ങനെ സംരക്ഷിക്കണം എന്നൊരു കാഴ്ചപ്പാടാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ആ മനസ്സിലൊരു കാഴ്ചപ്പാട് പൂർണ്ണമായി നടപ്പാക്കി എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഫണ്ടൊന്നും സർക്കാർ തന്നിട്ടില്ല. ഈ മഹാപുരുഷം വരുന്ന ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലം എന്ന് പറഞ്ഞാൽ 9 പഞ്ചായത്തുകളുള്ളതാണ്. ഏകദേശം 2.25 ലക്ഷം വോട്ടർമാരുള്ള മേഖലയാണ്. അപ്പൊ അവരുടെ ജീവിത നിലവാരത്തിന് മെച്ചപ്പെടുത്താക്കണം. ഒരു അംഗനവാടി മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തന രംഗത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ധാരണ എപ്പോഴും മനസ്സിലുണ്ടാകും. അതാണ് MLA ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗൻവാടി കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത്. പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. നമ്മൾ എന്ത് കാര്യം പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ആവശ്യത്തിനും അദ്ദേഹത്തിന് ഒരു ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ ഒരു ലെറ്റർ മുഖേനയോ ആളുകൾ സമീപിച്ചാൽ അത് പിന്നത്തേക്ക് മാറ്റിവെക്കില്ല. നമ്മള് ഏറ്റവും ആദ്യത്തെ തന്നെ പരിഗണനയിൽ വെക്കാറുണ്ട്. നമ്മുടെ 23 അംഗനവാടികളിൽ ഞങ്ങളിവിടെ ഭരണത്തിലേറിയപ്പോൾ 4-5 അംഗനവാടികൾക്ക് സ്വന്തമായി ഈ സ്ഥലവും കെട്ടിടമുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ ഭരണസമിതിക്ക് ആദ്യമായിട്ട് തോന്നിയത്, ഞാനും അംഗനവാടി വർക്കർ കൂടി ജോലി ചെയ്തിരുന്ന ആളായതുകൊണ്ട് ഈ കുഞ്ഞു മക്കൾക്ക്
നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇവിടെ ഏറ്റവും കൂടുതൽ അംഗനവാടി ടീച്ചർമാർ നിൽക്കുന്നുണ്ട്. അവർക്കറിയാം നമുക്ക് ശമ്പളം വളരെ കുറവാണ്. അപ്പോ അതിൽ നിന്നിട്ട് ഒരു വിഹിതം ഒരു വാടക കെട്ടിടത്തിലേക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകളാണ് മുകുന്ദേട്ടൻ ഞങ്ങൾ സമീപിച്ചത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മാസ്റ്റർ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പാറളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിദ്യാനന്ദനൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K പ്രമോദ്, വാർഡ് മെമ്പർമാരായ ജൂബി മാത്യു, PK ലിജീവ്, CB സുരേഷ്, സ്മിനു മുകേഷ്, സുബിത സുഭാഷ്, PWD AE ഷാലി നിത, ICDS സൂപ്പർവൈസർ സൂര്യമോൾ TS എന്നിവർ സംസാരിച്ചു. ചേർപ്പ് സോപാനം എഡ്യൂക്കേഷൻ ആൻഡ് റീക്രിയേഷൻ ഫെസിലിറ്റിയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കലാമണ്ഡലം രാമചാക്യാർ ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തില് ഈ 14 കൊല്ലത്തിന്റെ ഇടയിൽ നമ്മുടെ മക്കളിലൂടെ എന്തെല്ലാം കഴിഞ്ഞുപോയി. ഇതിനിടെ ഒരു നിപ്പ വന്നുകൂടി, പിന്നൊരു പ്രളയം, അത് കഴിഞ്ഞിട്ടൊരു കോവിഡ്, ഇപ്പതാണ് ആ ഒരു വിപത്ത്, ഉരുളുപൊട്ടൽ, ഇങ്ങനെ ഇറങ്ങി വലിയ വിപത്തുകൾ നമ്മുടെ മുമ്പിൽ കൂടെ കടന്നുപോയി. ഇതിനൊക്കെ നമ്മൾ സാക്ഷ്യം ഭരിച്ച പോലെയാണ് ഇരിക്കുന്നത്. എന്തോ ഈശ്വരാധീനത്താൽ പൂർവ്വന്മാർ ചെയ്തിട്ടുള്ള സുഹൃത്തിന്റെ ഫലമായിട്ട് നമ്മളെല്ലാം അതിൽ നിന്ന് കട്ടിച്ച് രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം. എന്തായാലും ഈ ഡോക്ടർ CB കൃഷ്ണൻ ഈ സ്ഥാപനം, ഈ സോപാനം ഇവിടെ സ്ഥാപിക്കലുണ്ടായത് ഭീമമായിട്ടുള്ളൊരു സംഖ്യത്തിന് വേണ്ടിയിട്ട് ചെലവാക്കി തന്നെയാണ്. ഇത്രയും വലിയൊരു സംഖ്യ ചെലവാക്കി ഈ സ്ഥാപനത്തിനെ ഇവിടെ സംരക്ഷിച്ചു കൊണ്ടുപോയ 14 കൊല്ലമായിട്ട് ഇലക്ട്രിസിറ്റി വൈദ്യുതിക്ക് വലുതായിരിക്കുന്ന സംഖ്യ ചെലവാക്കും, വെള്ളത്തിന്, അതേപോലെ ഇവിടെയുള്ള പ്രവൃത്തിക്കാർക്ക് ടാക്സ്, ഇങ്ങനെ തുടങ്ങിയിട്ട് വലിയൊരു ഭീമമായിട്ടുള്ള സംഖ്യയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ നോക്കുന്നത്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. വിവേകമതിയായ ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അവരവരുടെ ജീവിത ലക്ഷ്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത്. ഇത് ലോകത്തിലെ വലിയ പ്രശസ്തമായ സർവകലാശാലകളിൽ പോലും നടത്തിയ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഹാർവാർഡ് സർവകലാശാലയുടെ ഒരു പഠനത്തിൽ കണ്ടെത്തിയത് അടുത്ത 10 വർഷം നമ്മൾ പശ്ചാത്തപിക്കാൻ ഇടവരുത്താത്ത ഒരു ജീവിതം നമ്മൾ പ്ലാൻ ചെയ്യണമെന്ന്. അതുകൂടാതെ തന്നെ ജീവിതത്തിന് ഒരു പർപ്പസ്, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം, അത് കണ്ടെത്തണം. നമ്മുടെ ജീവിതത്തിൽ ഒരു മൂല്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വാല്യൂസ് നമ്മൾ നിശ്ചയിച്ചിരിക്കണം. നമ്മുടെ പ്രയോറിറ്റികളെ ഈ മൂല്യത്തെ അടിസ്ഥാനമാക്കിയ ഒരു ജീവിതത്തിലൂടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. നമുക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ പറ്റി നമുക്ക് ബോധ്യമുണ്ടാകണം. അതായിരിക്കണം നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. സോപാനം ട്രസ്റ്റി ഡോക്ടർ അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. പെരുവനം കുട്ടൻമാരാർ മുഖ്യപ്രഭാഷണം നടത്തി. രാജീവ് ചെറുപ്പ്, ധന്യ സുനിൽ, ജിനേഷ് യാത്ര എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ഇളങ്കുന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇളങ്കുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുന്നിൻ മുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ റാലിയും ധർണയും നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. ഇത് മനുഷ്യരുടെ മേൽ വരുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഏതൊരു കാര്യത്തിനും നമ്മൾ മനുഷ്യരെന്നുള്ള നിലയ്ക്ക് എതിര് നിൽക്കണം എന്നുള്ള ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരക്ഷണ സമിതിയുടെ ഒപ്പം നിൽക്കുകയും
അതോടൊപ്പം തന്നെ വല്ലച്ചിറയിലെ എല്ലാ ആളുകളെയും ഒരുമിച്ച് ഈ ഭാഗത്തുള്ള ആളുകൾക്ക് മാത്രമാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതല്ല ഒരു പ്രദേശത്തിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ വല്ലച്ചിറ പഞ്ചായത്തിന് അങ്ങനെ തന്നെ പോകാൻ സാധ്യതയുണ്ട്. അതായത് നിലവിലുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് വരാൻ എളുപ്പമല്ല. അപ്പൊ അതും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിപ്പോ അവരവിടെ താമസിക്കുന്നവരുടെ പ്രശ്നമല്ലേ, അവർക്കെല്ലാം ഉറക്കല്ലാണ്ടാവണം. അതല്ല അതിന്റെ വിഷയം. ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു ദുരിതം സംഭവിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തെ തന്നെ അത് മൊത്തം ബാധിക്കും എന്നുള്ള ഒരു കാര്യം മുന്നിൽ വയ്ക്കുക. ഈ കമ്മിറ്റിയോടൊപ്പം എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, കഴിയാവുന്ന തരത്തിൽ അതിന് സഹായിക്കുക. ഈ ശാന്താമരിയ സ്കൂളിന്റെ നേതൃത്വത്തിൽ ഒരു സ്റ്റേഡിയം പണിയണമെന്നുള്ള ഒരു നിർദ്ദേശവുമായിട്ട് നമ്മളുടെ അടുത്തേക്ക് സണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ അടുത്തേക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഇതൊരു പ്രധാനപ്പെട്ട പ്രദേശമാണ്, അവിടെ ഗ്രൗണ്ട് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കൊരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകാമെന്നാണ് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും യോഗത്തിൽ തീരുമാനമായി അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കും. ആ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് മണ്ണ് ഖനനം ചെയ്യില്ല എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തില് ഒരു നിർദ്ദേശം ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ അഗ്രിമെന്റുകളൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ തീർച്ചയായും വല്ലച്ചിറ വില്ലേജിലെ 190 എന്ന സർവേ നമ്പർ ഭൂമിയിലാണ് ഇപ്പൊ പ്രശ്നങ്ങൾ നടക്കുന്നത്. നമ്മൾ ആരും വികസനത്തിനെതിരല്ല. നമ്മൾ ഈ സമരം എന്ന് പറയുന്നത് നമ്മൾ വികസന വിരോധികളെന്നോ ഒന്നുമല്ല. നമ്മളുടെ ഫുട്ബോൾ എന്ന് പറയുന്ന വലിയ നമ്മളുടെ കായിക രംഗത്തെ ലോകത്തെ തന്നെ കീഴടക്കുന്ന വലിയ അല്ലെങ്കിൽ അത്രയ്ക്ക് ആവേശത്തോടെ ഏറ്റെടുക്കുന്ന ഫുട്ബോളിന് നമ്മൾ ആരും എതിരല്ല. തൃശൂർ ജില്ലയിലെ ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ളതും ഉയരമുള്ളതുമായ കുന്നാണ് പല്ലിശ്ശേരി കുന്ന്. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശത്ത് ഇവിടെ റീസർവേ 190 നമ്പർ ഭൂമിയിൽ ഗ്രൌണ്ട് നിർമ്മാണത്തിന്റെ മറവിൽ ആയിരക്കണക്കിന് ലോഡ് മണ്ണ് ജെസിബിയും ടിപ്പറും ഉപയോഗിച്ച് രാവും പകലും ഖനനം ചെയ്ത് കടത്തിക്കൊണ്ടുപോകുകയാണെന്നാരോപിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രദേശത്തെ മണ്ണ് ഖനനം അവസാനിപ്പിച്ച് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വല്ലച്ചിറ പഞ്ചായത്ത് അധികൃതരോടും സംസ്ഥാന സർക്കാരിനോടും സമരസമിതി ആവശ്യപ്പെട്ടു. സമരസമിതി ചെയർമാൻ സെബി പിടിയത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ്, മുൻ പ്രസിഡന്റുമാരായ പി ചന്ദ്രൻ, കെ രവീന്ദ്രനാഥ്, നേതാക്കളായ കെ എസ് തങ്കപ്പൻ, രാമചന്ദ്രൻ ആറാട്ടുപുഴ, എഴുത്തുകാരൻ ശ്രീജിത്ത് മൂത്തേടത്ത്, കണ്ണൻ അപ്പോഴത്ത്, സുഭീഷ്, എൻ ടി സജീവൻ, എൻ എൻ വിജയൻ, വിശ്വൻ ചക്കോത്ത്, നിഷ ദിനേശ്, സരിത വിശ്വൻ, രതിദേവി, ജയകൃഷ്ണൻ, വിൻസെന്റ് പുത്തൻപുര, വിനോദ് ചിറയന്മേൽ, വേലപ്പൻ മാലിപ്പറമ്പിൽ, നിതിൻ മാക്കോത്ത്, ഷൈൻ പിടിയത്ത്, സമരസമിതി കൺവീനർ രാജേന്ദ്രൻ മാലിപ്പറമ്പിൽ, ട്രഷറർ ജോർജ് മേച്ചേരിപ്പടി എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പെരുമ്പുള്ളിശ്ശേരി രാമപുരം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇല്ലനിറയും ഭക്തിനിർഭരമായി. ബ്രഹ്മശ്രീ കണ്ണമംഗലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പൂജിച്ച നിറകതിർ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. കണ്ണമംഗലത്തുമന വാസുദേവൻ നമ്പൂതിരിപ്പാട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് നെൽക്കതിരുകൾ പരമേശ്വരൻ നമ്പൂതിരി ഏറ്റുവാങ്ങി. ക്ഷേത്രം ഭാരവാഹികൾ, ഭക്തർ തുടങ്ങിയവർ പങ്കെടുത്തു. വല്ലച്ചിറ പിടിക്കപ്പറമ്പ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലം നിറയിൽ നിരവധി ഭക്തർ പങ്കാളികളായി. ക്ഷേത്രം തന്ത്രി തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ദേവസ്വം ഓഫീസർ യു അനിൽകുമാർ, ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, പിടിക്കപ്പറമ്പ് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി മനോജ് കടവിൽ, അനിലൻ കടവിൽ, ഭാസ്കരൻ, കെ എൻ അനിലൻ, സുനിൽകുമാർ, പി ഉണ്ണികൃഷ്ണൻ, ധനേഷ്, കെ ജി കൃഷ്ണൻകുട്ടി, ട്രഷറർ സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി. ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. പഴയടത്ത് ശങ്കരൻ നമ്പൂതിരി, മേൽശാന്തി വിഷ്ണു നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു.
പള്ളിപ്പുറം പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ഹരീഷ് തിരുമേനി മുഖ്യകാർമ്മികനായി. ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ എ പി രാമകൃഷ്ണൻ, സുഭാഷ് കോടാക്കി, മല്ലിക മോഹനൻ, കെ ജി ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പള്ളിപ്പുറം 13-ാം വാർഡിൽ 1 ഏക്കർ 15 സെന്റ് സ്ഥലത്ത് BKMU പഞ്ചായത്ത് കമ്മിറ്റിയും വാസ JLC ഗ്രൂപ്പും ഓണത്തിന് ഒരു മുറം പച്ചക്കറിയുടെ പ്രവൃത്തികൾ പരിശോധിച്ച് വിലയിരുത്താൻ നാട്ടിക MLA കൃഷിയിടം സന്ദർശിച്ചു. ഏത് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് ചെയ്യാനുള്ള അധികാരം ഉണ്ടാക്കാൻ സർക്കാരിനെ സമർപ്പിച്ചിട്ടുണ്ട്. ആ പണി ധൈര്യമായി ഒരു സംഘടനയുടെ കീഴിൽ ചെയ്യണം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന്റെ പ്രവർത്തനം എല്ലാവരും നടത്തുന്നുണ്ട്. അതിന് കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നത് നമ്മുടെ പാവണം ഗ്രാമപഞ്ചായത്തിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളും കർഷകത്തൊഴിലാളികളും എന്റെ സ്നേഹത്തിന്റെ പേരിൽ എന്നെ എല്ലാവിധ അധികാരം നടത്തിക്കുന്ന സ്നേഹം ഇത്ര മാത്രം പറയുന്നത്. അവിടിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ ഡ്രൈ ഡേ ആചരിച്ചു. ഇതോടനുബന്ധിച്ച് വാർഡിലെ ശ്രീനഗർ, ആനക്കല്ല്, ദീപം നഗർ വഴി അംബേദ്കർ നഗർ എന്നിവിടങ്ങളിലെ വീടുകളിൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഹോം വിസിറ്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വീടും പരിസരവും വൃത്തിയാക്കേണ്ടതിന്റെ ആവശ്യകത, കാട് പിടിച്ചു കിടക്കുന്ന പറമ്പുകൾ വൃത്തിയാക്കുന്നതിനും ഉപയോഗിക്കാത്ത പ്ലാസ്റ്റിക് സാധനങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറേണ്ടതിന്റെയും ആവശ്യകതയും പൊതുജനങ്ങളോട് വിശദീകരിച്ചു. കൊതുകുകൾ പെരുകാനിടയായ സാഹചര്യങ്ങൾ ശുചീകരിച്ചു. പഞ്ചായത്ത് അംഗം KA പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായി നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ പ്രധാനമായി നമ്മൾ പറയുന്നത് എല്ലാ വീടുകളിലെയും അവിടുത്തെ കുടുംബാംഗങ്ങൾ പ്രധാനമായും അവരുടെ പറമ്പ് വൃത്തിയാക്കുകയും അവരുടെ ഈ പറഞ്ഞ പോലെ പരിസരം വൃത്തിയാക്കുകയും അവരുടെ വീടിനകത്തെ റൂമുകൾ ഉൾപ്പെടെ വൃത്തിയാക്കുകയും ചെയ്താലാണ് നമുക്ക് ഡെങ്കിപ്പനി അതുപോലെ തന്നെ വൈറൽ പനി പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡ്രൈ ഡേയുടെ ദിനമായി നമ്മൾ എല്ലാ വീടുകളിലേക്കും ഈ ആശയം എത്തിക്കുന്നതിനും ഇത്തരത്തിലുള്ള പ്രവൃത്തി എത്തിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഇന്ന് മുന്നിട്ടിറങ്ങിയത്. ഒരുപാട് കാട് പിടിച്ചു കിടക്കുന്ന പറമ്പുകളൊക്കെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അതാത് ആളുകളോട് നമ്മൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ശ്രദ്ധിക്കാത്ത പല പ്രദേശങ്ങളിലെ കാര്യങ്ങളെല്ലാം ഈ ആരോഗ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ സൂചിപ്പിച്ചു. അതുപോലെ ചില വീടുകളിൽ ചില പ്രദേശത്ത് പ്ലാസ്റ്റിക് കൂട്ടി കത്തിക്കുന്നത് വലിയ ഫൈൻ ഈടാക്കേണ്ട വരുമെന്ന് അവരെ ബോധവൽക്കരിക്കുകയുണ്ടായി. അങ്ങനെ ഈ പ്രദേശങ്ങളെല്ലാം ഒരു ശുചിത്വപൂർണമായ ഒരു ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികളെ കുറിച്ചൊക്കെ നല്ല രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നമുക്കിന്ന് കൊടുക്കാൻ സാധിച്ചു. ആശാ വർക്കർമാരായ അജിത, സുമിത, ഹരിതകർമ്മ സേനാംഗം ധന്യ സുധീർ എന്നിവർ നേതൃത്വം നൽകി. സാമൂഹ്യവിരുദ്ധർ അടിച്ചു തകർത്ത പണ്ടാരച്ചിറ കണ്ണൻ തറവാട്ടിൽ മാത്തുവിന്റെ വീടിന്റെ ജനലുകൾ PV സദാനന്ദൻ സ്മാരക ജനസേവ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നന്നാക്കി നൽകി. 2 ജനലുകളുടെ 5 പാളികളാണ് ഇവർ പുനർനിർമ്മിച്ചു നൽകിയത്. പണ്ടാരച്ചിറ പ്രദേശത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് ഓഗസ്റ്റ് 1 മുതൽ ഈ കുടുംബം ചേർപ്പ് ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലായിരുന്നു. 2 വയസ്സായ കുട്ടി മുതൽ 7 സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാണിത്. കുടുംബം ക്യാമ്പിലായിരുന്ന സമയത്താണ് സാമൂഹ്യവിരുദ്ധർ വീടിന്റെ ജനൽ ചില്ലുകൾ നശിപ്പിച്ചത്. PV സദാനന്ദൻ ജനസേവന കേന്ദ്രം പ്രവർത്തകരായ PS സനദ്, A ഉണ്ണികൃഷ്ണ വാര്യർ, സുനിത ജിനു, സജിത അനിൽകുമാർ, PA ഷമീർ, TA അനീസ്, ഷാഫി കക്കാട് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ജനസേവന കേന്ദ്രം പ്രവർത്തകൻ കൂടിയായ അബു ഖാദറാണ് ജനലിന്റെ ഫാബ്രിക്കേഷൻ പ്രവർത്തനങ്ങൾ ചെയ്തത്. അക്രമത്തിന് പിന്നിലുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. 5.38 ഗ്രാം MDMAയുമായി യുവാവ് പിടിയിൽ. ഗുരുവായൂർ മാണിക്കത്തുപടി പയ്യപ്പാട് 20 വയസ്സുള്ള ആദർശിനെയാണ് അമ്മാടത്തു നിന്നും തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ചേർപ്പ് പോലീസും ചേർന്നാണ് പിടികൂടിയത്. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷ്, ചേർപ്പ് SI S ശ്രീലാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അമ്മാടത്തും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതിനു വേണ്ടിയാണ് പ്രതി മയക്കുമരുന്ന് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. MDMA കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതി പോലീസിന്റെ വലയിലാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. വരന്തരപ്പിള്ളിയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയ 2 യുവാക്കളെ എക്സൈസ് സംഘം പിടികൂടി. വേലൂപ്പാടം സ്വദേശി പണ്ടാരപ്പറമ്പിൽ ക്രിസ്റ്റി, വരന്തരപ്പിള്ളി പൌണ്ട് സ്വദേശി കടുകപ്പറമ്പിൽ മനോജ് എന്നിവരെയാണ് 2 സ്ഥലങ്ങളിൽ നിന്നായി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടിയത്. ഓട്ടോറിക്ഷയിൽ മദ്യവിൽപ്പന നടത്തുന്നതിനിടയിലാണ് ക്രിസ്റ്റിയെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 4 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എക്സൈസ് പിടിച്ചെടുത്തു. മദ്യവിൽപ്പന നടത്തിയ ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്തു. വരന്തരപ്പിള്ളി കുട്ടോലി പാടത്തു നിന്നാണ് 7 ലിറ്റർ മദ്യവുമായി മനോജിനെ എക്സൈസ് പിടികൂടിയത്. അനധികൃത മദ്യവിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് ഇരുവരെയും ഏറെ നാളായി നിരീക്ഷിച്ചു വരികയായിരുന്നു.
മുൻപ് പലതവണ മദ്യവിൽപ്പന നടത്തിയതിന് ക്രിസ്റ്റി പോലീസിന്റെയും എക്സൈസിന്റെയും പിടിയിലായിട്ടുണ്ട്. വരന്തരപ്പള്ളി മേഖലയിൽ അനധികൃത മദ്യവിൽപ്പന വ്യാപകമാണെന്നും വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും എക്സൈസ് അറിയിച്ചു. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ വത്സൻ, ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6445 രൂപ, പവന് 51,560 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വിവിധ ക്ഷേത്രങ്ങളിൽ ഇല്ലം നിറ നടന്നു. നിരവധി ഭക്തർ പങ്കാളികളായി. പൂജിച്ച നെൽക്കതിരുകൾ വിതരണം ചെയ്തു. പാറളം പഞ്ചായത്തിലെ 65-ാം നമ്പർ കസ്തൂർബ അംഗൻവാടിക്ക് പുതിയ കെട്ടിടമായി. CC മുകുന്ദൻ MLA കെട്ടിടം നാടിന് സമർപ്പിച്ചു. ചേർപ്പ് സോപാനം എഡ്യൂക്കേഷൻ ആൻഡ് റീക്രിയേഷൻ ഫെസിലിറ്റിയുടെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കലാമണ്ഡലം രാമചാക്യാർ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ഇളങ്കുന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇളങ്കുന്ന് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുന്നിൻ മുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.